നമസ്കാരം. വിമർശിക്കുന്നവർക്ക് എന്തും പറയാം. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിനെ എങ്ങനെയും വിമർശിക്കാം. എന്നാൽ ഓരോ ദിവസവും മോദി സർക്കാർ എടുക്കുന്ന നിർണായക തീരുമാനങ്ങൾ മധ്യവർഗത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ബഡ്ജറ്റിൽ പോലും മോദിയുടെ ഈ പരിഗണന നമ്മൾ കണ്ടതാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറയ്ക്കണം എന്ന ആവശ്യം സർക്കാരിനോട് ഉന്നയിച്ചിരുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സ്വർണ്ണവിലയിൽ നേരിയ തോതിൽ മാറ്റം വന്നിരുന്നു. ഇത് മധ്യവർഗത്തിന് വലിയ തോതിൽ തന്നെ ആശ്വാസം നൽകുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 15-ൽ നിന്നും 6% കുറച്ച നികുതി 3% വീണ്ടും കുറയ്ക്കണം എന്നായിരുന്നു ആവശ്യം. മാത്രമല്ല GST നിരക്ക് 3-ൽ നിന്നും 1.25% താഴ്ത്തണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്കുള്ള തീരുവ കുറച്ച് നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് വിലയും കുറയും. കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം അപ്രതീക്ഷിതമാണ്. എത്രയാണ് കുറച്ചത്, ഏത് ആഭരണത്തിനാണ് കുറച്ചത്, അതുകൊണ്ടുള്ള നേട്ടം എന്നീ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാം. മധ്യവർഗത്തെ സ്വാധീനിക്കുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ആദായ നികുതി പരിധിയിൽ വരുത്തിയ മാറ്റം തന്നെയായിരുന്നു മുഖ്യ ആകർഷണം. ജ്വല്ലറി രംഗത്തുള്ളവർ ഉൾപ്പെടെ വ്യാപാരികൾ പൊതുവെ ബഡ്ജറ്റിനെ സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. ആദായ നികുതി പരിധിയിൽ ഉയർത്തിയത് വിപണിയിലേക്ക് കൂടുതൽ പണം ഒഴുകാൻ കാരണമാകുമെന്നും വിലയിരുത്തുന്നു. മാന്ദ്യം അനുഭവിക്കുന്ന വിപണിക്ക് ഉത്തേജനം നൽകുന്ന തീരുമാനമാണിതെന്നും TDS ഘടനയിൽ മാറ്റം ചെറു സംരംഭങ്ങൾക്കുള്ള വായ്പാ ഗ്യാരണ്ടി കാർഡും സ്വർണ്ണ മേഖലയ്ക്ക് കരുത്തു പകരും. ഇറക്കുമതി ചെയ്യുന്ന ആഭരണങ്ങൾക്ക് ബഡ്ജറ്റിൽ നികുതി കുറച്ചിട്ടുണ്ട്. 25-ൽ നിന്നും 20% കുറച്ചിരിക്കുന്നത്. മാത്രമല്ല ആഭരണങ്ങളിൽ ഉപയോഗിക്കുന്ന പ്ലാറ്റിനത്തിന്റെ കസ്റ്റംസ് തീരുവ 25-ൽ നിന്നും 5% കുറച്ചു. ആഭരണങ്ങളുടെ ഉപയോഗം കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആഭരണങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ കുറവ് വരുത്തിയത് നേട്ടമായി വിലയിരുത്തുന്നു. ആഭ്യന്തര വിപണിയിൽ ഇറക്കുമതി ആഭരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറാൻ ഇത് കാരണമായേക്കും. പ്രത്യേകിച്ച് ആഡംബര ആഭരണങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിക്കാനാണ് സഹായിക്കുക. അതേസമയം ഇറക്കുമതി ആഭരണങ്ങൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത് കുറവാണ് എന്നാണ് വിവരം. നേരത്തെ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആഭരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നു. ഇപ്പോൾ എല്ലാ മോഡൽ ആഭരണങ്ങളും ആഭ്യന്തരമായി തയ്യാറാക്കുന്നതിനാൽ ഇറക്കുമതി കുറവാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പുതിയ തീരുമാനം വിപണിയിൽ വലിയ പ്രതിഫലനം സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.